അസംബ്ലിക്കകത്ത് കൈയടിക്കില്ല, മേശക്കടിയാണ്. അത് ഭരണപക്ഷത്തെ പുകഴ്ത്താനും മേശക്കടിയും, പ്രതിപക്ഷത്തെ ആളുകൾ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കും മേശക്കടിയും, ഷെയിം വിളികളുണ്ടാകും. ഇതാണ് നിയമസഭ. ഇതിൽ നിങ്ങളൊരു അർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾക്കൊന്നും ഇതിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം മാത്രമാണ് അസംബ്ലി ഇവിടെ ചേർന്നത്. അതായത് നിയമസഭയുടെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായി ഒരു ദിവസം ഇവിടെ ചേർന്നപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ടുണ്ട്. ബാക്കി ഞങ്ങളൊക്കെ ഇരുന്നത് പഴയ അസംബ്ലിയിലാണ്, പുതിയ അസംബ്ലിയിലാണ്. ഇത് EMS-ഉം പട്ടംതാണിപ്പിള്ളയും ശങ്കറും PKV-യും കരുണാകരനും ഇങ്ങനെ നയനാരും അടക്കം CH-ഉം അടക്കം പ്രഗത്ഭന്മാരായ ആളുകൾ ഇരുന്ന അസംബ്ലിയാണ്. പ്രഗത്ഭന്മാരായ രാഷ്ട്രീയ നേതൃത്വം ഇരുന്ന അസംബ്ലിയാണ്. ഈ അസംബ്ലിയിൽ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി നിങ്ങൾ കരുതിയാൽ മതി. ഏതായാലും മോഡൽ അസംബ്ലി സംഘടിപ്പിക്കാനാണ് നിങ്ങൾ ഇവിടെ യോഗം ചേർന്നത്. ഇതിൽ ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്, മന്ത്രിമാരുണ്ട്, സാമാജികന്മാരുണ്ട്. നിങ്ങളിൽപ്പെട്ട പലരെയും ആ നിലയിൽ തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പെർഫോമൻസിനാണ് ഇവിടെ പ്രസക്തി. ഞങ്ങളുടേത് കേവലം ഒരു ഓർണമെൻ്റൽ ഇനോഗ്രേഷൻ മാത്രമാണ്. ഏതായാലും നിങ്ങൾക്ക് ആവശ്യമായ ട്രെയിനിങ് മറ്റു കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ അസംബ്ലിയും ഞങ്ങളുടെ അസംബ്ലിയും തമ്മിൽ വ്യത്യാസമൊന്നുണ്ട്. 98-ലാണ് ഇവിടെ നിന്നും പുതിയ അസംബ്ലി മന്ദിരത്തിലേക്ക് ഞങ്ങൾ മാറിയത്. 98-ലൊന്നും ഞാൻ കുട്ടിയാണ്. അന്ന് ഞങ്ങൾക്കൊന്നും ഇവിടെ നിയമസഭ കാണാൻ പോലും സാധിച്ചിരുന്നില്ല. ഞാനൊന്ന് സ്കൂൾ പഠിക്കുമ്പോൾ എത്തിയിട്ടേ ഇല്ല. അസംബ്ലി കേൾക്കുക എന്നല്ലാതെ അസംബ്ലി എവിടെയാണെന്ന് പോലും എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അസംബ്ലിക്കകത്ത് നിങ്ങൾ വരാൻ സാധിച്ചത് നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതുക. ആ അസംബ്ലി ഈ അസംബ്ലി തമ്മിൽ വ്യത്യാസം, ഇവിടെ അസംബ്ലി വേഗം ഡിസ്റപ്റ്റ് ചെയ്യാം. കാരണം വളരെ ചെറിയ ഹാളാണ്. പ്രതിപക്ഷത്തെ ആളുകൾ മുദ്രാവാക്യം വിളിച്ചാൽ ഭരണപക്ഷത്ത് ബിസിനസ് നടത്താൻ സാധിക്കില്ല. എന്നാൽ ഇന്ന് ആ അസംബ്ലിയിലെ പ്രത്യേകത, പ്രതിപക്ഷത്തിന് എത്ര മുദ്രാവാക്യം വിളിച്ചാലും ഗവൺമെൻറ് തീരുമാനിച്ചാൽ സ്പീക്കർക്ക് ബിസിനസ് ഗവൺമെൻറ് നടത്തി കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് പഴയതിന് അങ്ങനെയല്ല. നിങ്ങൾ ഇവിടുന്ന് ഒരു 2 കൂട്ടി 5 ആൾ ഉറക്കെ വിളിച്ച ഡിസ്റപ്റ്റഡ് ആണ് ഫ്ലോ. എന്നാൽ അവിടെ നടക്കില്ല. ഇതാണ് വെല്ലിലിറങ്ങുക. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതായാലും ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്നുള്ളതാണ്. യു ഹാവ് ടു ലേൺ ഫ്രം ദിസ് എക്സ്പീരിയൻസ്. യു ഹാവ് ടു ലേൺ ദ പാർലമെൻ്ററി പ്രൊസീഡിങ്സ്. ഇറ്റ് ഷുഡ് ബി എ ഗുഡ് തിങ്സ് ഫോർ യുവർ ലൈഫ്. സോ ഐ എം നോട്ട് കണ്ടിന്യൂയിങ് മൈ സ്പീച്ച്. ഏതായാലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിർത്തിയ സാമാജികന്മാർ, തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും അവർക്കെല്ലാ പിന്തുണയും പിൻബലവും നൽകി ഇവിടെ വന്നിരിക്കുന്ന അവരുടെ രക്ഷിതാക്കൾ, ടീച്ചേഴ്സ്, അവരോടെല്ലാം കേരള നിയമസഭയ്ക്ക് വേണ്ടിയുള്ള